ഇന്നലെ ഞാൻ ഇ ഫോർ സോറി ഇ അല്ല, ഇന്നലെ ഞാൻ പറഞ്ഞ ഡി ആണ്. ഡി ഫോർ ഡ്രീം, ഡി ഫോർ ഡിസയർ. എൻ്റെ ഡ്രീമിനെ കുറിച്ചൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു. ഇന്ന് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇ ഫോർ എഫേർട്ട്, ഇ ഫോർ എനർജി. ഇതൊക്കെ നമ്മുടെ ലൈഫിനെ സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രണ്ട് കാര്യം ഞാൻ ഈ പറയുന്നുള്ളൂ. ധാരാളം കാര്യങ്ങളുണ്ട് ഈ ഫോർ പറയാൻ. പക്ഷേ ഈ നമ്മുടെ എഫേർട്ട് അനുസരിച്ചായിരിക്കും നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതേപോലെ നമ്മളെ എനർജി, നമുക്ക് എത്ര പ്രായമായാലും നമ്മുടെ മനസ്സിന് നല്ല എനർജറ്റിക് ആയിട്ട് കൊണ്ട് നടക്കാൻ നമ്മൾ മാത്രം വിചാരിച്ചേ പറ്റും. നമ്മുടെ ബോഡി എനർജി കിട്ടാനായിട്ട് ഫുഡ് കഴിക്കാം, പക്ഷെ നമ്മൾ എനർജറ്റിക് ആയിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ എപ്പോഴും ഒരു ഇതായിട്ട് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മുമ്പേ നല്ലൊരു എനർജി ഉള്ള ഒരാളായിട്ട് കാണിച്ചു കൊടുക്കണം. അതല്ലാതെ അയ്യോ ഞാൻ പ്രായമായേ, ഞാൻ വയസ്സായേ, എനിക്ക് വയ്യ, അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കാം. മനസ്സിനെ പഠിപ്പിക്കുക ഞാൻ നല്ല എനർജി ഉള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടു കിടക്കുക. അതേപോലെ നല്ലോണം എഫേർട്ട് എടുക്കണം നമ്മൾ ഏത് കാര്യത്തിലും. നമ്മുടെ പഠിത്ത കാര്യമായാലും നമ്മുടെ ജോലിക്കാര്യമായാലും അതേപോലെ വീട്ടിലെ കാര്യമായാലും നല്ല എഫേർട്ട് എടുത്ത് നല്ല മിടുക്കന്മാരും നല്ല മിടുക്കുകളുമായിട്ട് നമ്മുടെ ലൈഫ്, ഈ ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അതിന് സന്തോഷമായിട്ട് എനർജറ്റിക്കായിട്ട് നമ്മൾ നടക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഞാൻ ഇ ഫോർ എനർജി ആൻഡ് ഇ ഫോർ എഫേർട്ട്. ബാക്കി എന്ത് വേണോ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ, നിങ്ങൾക്കത് എന്താണ് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മുടെ മക്കളെയും പഠിപ്പിക്കണം. നമ്മളും അങ്ങനെ തന്നെ കൊണ്ടുപോയാൽ അടിപൊളിയാണ്. നാളെ എന്താണ്? നാളെ നമുക്ക് F4